ഹലോ ഗായ്സ്, പോപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബേപ്പൂർ ഫെസ്റ്റ് കാണാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ ഫാമിലിയോടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും അവിടെ ഫെസ്റ്റ് കാണാനായിട്ട് പോവാം. നിങ്ങൾ അടുത്ത് കാണുന്നത് ചാലിയത്തിലേക്കുള്ള ബോട്ടാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ചാലിയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനേക്കാൾ അടിപൊളി പരിപാടി അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. നമുക്ക് എന്തായാലും അവിടേക്ക് ഉള്ള എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അവരുടെ കൂടെ കയറി നമുക്ക് പോയാലോ തോന്നിട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ബേപ്പൂരിലുള്ള കാഴ്ചകൾ കാണാനാണല്ലോ വന്നത്. അപ്പോൾ ചാലിയത്തേക്ക് പോകണ്ട വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ബേപ്പൂരിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ബേപ്പൂരിൽ തന്നെ ഒരു അടിപൊളി സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ കുറേ പാട്ടും മേളയും അങ്ങനെ പല പരിപാടികളുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. പല ബേപ്പൂർ ഫെസ്റ്റിൻ്റെ എൻട്രൻസ് ആണ് ഇത് നിങ്ങൾ കാണുന്നത്. ധാരാളം ആൾക്കാരുണ്ട്. വെറും 3-4 ദിവസമേ ഉള്ളൂ. മാക്സിമം വരാത്തവരൊക്കെ വന്ന് കാണുക. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ഇനി കാണാൻ പോകുന്നത് നമ്മുടെ മെയിൻ സ്റ്റേജിലെ കുറച്ച് പ്രോഗ്രാമാണ്. മെയിൻ സ്റ്റേജിലത്തെ പ്രോഗ്രാമിന് ശേഷം നമ്മൾ നേരെ ഫുഡ് ഫെസ്റ്റിലേക്കാണ് പോയത്. നമ്മൾ ഫുഡ് ഫെസ്റ്റിലേക്ക് നമ്മൾ ആകർഷിക്കാനായിട്ടുള്ള പല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫുഡ് ഫെസ്റ്റ് നമ്മൾ ആസ്വദിക്കുന്നതിന് മുന്നേ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ എന്താ പറയുക ആസ്വദിപ്പിച്ച് നോക്കി. നമ്മുടെ ഫുഡ് കോർട്ടിൽ നമുക്ക് കുറേ ഫുഡുകളുണ്ടായിരുന്നു. മുട്ട ബജ്ജി ഉണ്ടായിരുന്നു, എന്താ പറയുക കോളിഫ്ലവർ പൊരിച്ചത്, പഴംപൊരി, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങളിതിൽ വളരെ കുറച്ച് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക പഴയകാല മിഠായികളൊക്കെ ഉണ്ടായിരുന്നു, പന്മസ്ക, പിന്നെ കുറേ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടി നമുക്ക് കേക്ക് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ആ ഒരു സാധനം ഫുൾ കേക്കൊക്കെ നല്ല അടിപൊളി. ഞാനൊന്ന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചത് മസാല ദോശയാണ്. നല്ല ചൂടോടെ ആ ഒരു ടൈമിൽ അവർ എന്താ പറയുക ഓൺ ദ സ്പോട്ട് നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജ്യൂസായിരുന്നു, ഒരു മിക്സഡ് ഫ്രൂട്ടഡ് ആയിട്ടുള്ളൊരു ജ്യൂസായിരുന്നു ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എനിക്കിഷ്ടപ്പെട്ടില്ല. അത് എന്താ പറയുക പഴത്തിൻ്റെ ചോയ പ്രത്യേകം എടുത്ത് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ വന്നത് വെറൈറ്റി സംഭവമാണ്. അത് എടുത്ത് പറയുന്നത് വേണം. ജംബൂലാനി എന്നാണ് അതിൻ്റെ പേര്. അടിപൊളിയാണ്. നമുക്കത് നമ്മൾ എന്താ പറയുക ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ വാങ്ങിപ്പിക്കിട്ടോ. എന്താ പറയുക കാണുമ്പോൾ പിന്നെ കുറേ ചിക്കൻ ഐറ്റംസ് മാത്രമല്ല പല നോൺ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഇതിലെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കയ്യിലൊക്കെ നമ്മളിത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാനിപ്പൂരി അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളൊരു ബിരിയാണി വാങ്ങി അത് കഴിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ മസാല ദോശ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കണ്ണിൽ പെട്ടൊരു സംഭവമാണ് നമ്മുടെ കുക്കുംബറില്ലേ, കക്കിരിൻ്റെ ഉള്ളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊരു സംഭവം. പക്ഷെ ഞങ്ങളത് കഴിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബീച്ചിൽ കുറച്ചും കൂടെ അവിടെ നേരെ നിന്ന് ടൈം സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളൊരു നൈറ്റ് ഒരു 10-10:30 ടൈമായപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ പേപ്പർ പരിപാടി കാണാത്തവരൊക്കെ വന്ന് കാണുക. പിന്നെ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സോ എല്ലാവർക്കും ബൈ ബൈ.